കേരള മനസാക്ഷിയെ ഞെട്ടിച്ച മലമ്പുഴ പീഡന കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. സ്കൂളിൽ വെച്ചും അധ്യാപകന്റെ താമസ സ്ഥലത്തെത്തിച്ചും കുട്ടികളെ നിരവധി തവണ പീഡിപ്പിച്ചുവെന്നാണ് മൊഴി. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ അധ്യാപകന്റെ ഫോണിൽ നിന്നും കണ്ടെത്തി 5 വിദ്യാർത്ഥികൾ കൂടി പരാതി നൽകിയതോടെ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഈ വ്യക്തിയുടെ മുഖം ബ്ലർ ചെയ്തുകൊണ്ടാണ് ഈ മാധ്യമപ്രവർത്തകൻ വാർത്തകൾ വായിക്കുന്നത്. ഈ വ്യക്തി ആരാന്നറിയോ? ഒന്നിലധികം ആൺകുട്ടികളെ പീഡിപ്പിച്ച ക്രൂരനായ പീഡകനാണ്. ഇയാൾക്ക് ഈ മാധ്യമം കൊടുക്കുന്ന കൺസെൻട്രേഷനാണ് ഈ മുഖം ബ്ലർ ചെയ്യിപ്പിക്കുന്നത്. തീർന്നില്ല, ഇയാളുടെ പേരും വെളിപ്പെടുത്തുന്നില്ല. പച്ചയായ സത്യങ്ങൾ വിളിച്ചു പറയാൻ മടി കാണിക്കാത്ത മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ ഇന്ത്യയിൽ ഇങ്ങനെയാണ് ഭായ്. ഇവരെ പോലെയുള്ള മാധ്യമ പ്രവർത്തകർ ഇസ്ലാം മതവിശ്വാസികളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരിൽ ചിലർ ചെയ്യുന്ന തെറ്റുകൾ വാനോളം ഉയർത്തി കാണിച്ചുകൊണ്ട് മൊത്തം ഇസ്ലാം മതവിശ്വാസികളെയും തെറ്റുകാരാണെന്ന് മുദ്ര കുത്തുവാനുള്ള വെമ്പലിലാണ് ഇവർ. ഇവരെ പോലെയുള്ള മാധ്യമ പ്രവർത്തകരെ മാധ്യമ ഹിജടകൾ എന്ന് വേണം വിളിക്കാൻ. അതിൽപ്പെട്ട ഒരു മാധ്യമ പ്രവർത്തനമാണ് നമ്മൾ ഇവരെ കാണുന്നത്. ഈ വീഡിയോയിൽ കാണുന്ന വ്യക്തി ഒന്നിലധികം ആൺകുട്ടികളെ അതിമാരകമായി പീഡിപ്പിച്ച ഒരു അധ്യാപകനാണ്. ഈ മാധ്യമ പ്രവർത്തക നാറികൾ ആ നാറിയുടെ മുഖം കാണിക്കാതെ, ആ നാറിയുടെ പേര് വെളിപ്പെടുത്താതെ മാധ്യമ പ്രവർത്തനത്തിന് ചേരാത്ത പണിയാണ് ഇവർ ഇവിടെ ചെയ്യുന്നത്. അതേസമയം ഇസ്ലാം മതത്തിൽപ്പെട്ട ആരെങ്കിലും ഇതുപോലൊരു തെറ്റ് ചെയ്താൽ അവൻ്റെ അടി മുതൽ മുടി വരെ കാണിക്കും ഇവന്മാർ. തീർന്നില്ല, അവരുടെ കുടുംബ പേര് മുതൽ അവരുടെ കുടുംബത്തിൽ ചത്തുപോയ വല്യപ്പാപ്പാന്റെ പേര് വരെ ഇവർ പറയും. അതുമാത്രമല്ല, ഒരു ഇസ്ലാം മതത്തിൽപ്പെട്ട ഒരുത്തൻ തെറ്റ് ചെയ്താൽ എല്ലാ ഇസ്ലാം മതവിശ്വാസികളെയും തെറ്റുകാരാക്കുന്ന തരത്തിൽ ഇവർ വാർത്തകളും വായിക്കും. തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം, അവരുടെ പേരും അവരുടെ മുഖവും എന്തിനു മറച്ചു വെക്കണം. പക്ഷേ അതല്ല ഇവിടുത്തെ വിഷയം. ഇസ്ലാം മതത്തിൽ മാത്രമേ ക്രിമിനലുകൾ ഉണ്ടെന്നറിയിക്കുവാൻ വേണ്ടി ഇസ്ലാം വിരോധികളിൽ നിന്ന് കാശ് വാങ്ങിക്കൊണ്ടാണ് ഇവർ ഈ മാധ്യമ പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇതുപോലെ തെറ്റ് ചെയ്യുന്നവരുടെ മുഖവും പേരും ഹൈഡ് ചെയ്തുകൊണ്ട് ഇതുപോലെ വാർത്തകൾ വായിക്കുന്നത്. ഇവർ മാധ്യമ പ്രവർത്തനം എന്ന പുണ്യമായ പ്രവർത്തനത്തെ വ്യഭിചരിക്കുന്നു. ഇതുപോലെയുള്ള മാധ്യമ പ്രവർത്തകരെ വിളിക്കേണ്ട പേര് മാധ്യമങ്ങൾ തന്നെയാണ്.